നാളെ കല്യാണോ? ഈ നേരത്ത് ഈ മാതിരി പരിപാടികളും കൊണ്ട് ഇനി ഇറങ്ങരുത്. മുഖത്ത് അടിയുടെ പാട് കാണും. സാരമില്ല, നാളെ മേക്കപ്പ് കുറച്ച് കൂടുതലിട്ടാ മതി. ഈ പാട് ആരും അറിയില്ല. നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം കല്യാണത്തിൽ പങ്കെടുത്താ മതി. അഭിഷേകന്റെ കല്യാണം നാളെ നടന്നില്ലെങ്കിലും പിന്നീട് ഒരിക്കലാണെങ്കിലും നടക്കും. എന്നാ നാളെ സിദ്ധുവിന്റെ കല്യാണം ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. കേട്ടല്ലോ രണ്ടാളും? നീ കരാതിരിക്കുമായേ, സാരമില്ല, വിഷമിക്കാതിരിക്കേ. കിളവിയാണെങ്കിൽ കൈക്ക് എന്തൊരു ശക്തിയാ. എന്റെ കരണം പൊകഞ്ഞു പോയി കേട്ടാ. നോക്കട്ടെ. ഹരിയേട്ടാ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി എന്തായാലും സിദ്ധുവിന്റെ കല്യാണം മുടക്കിയേ മതിയാവും. അതെന്റെ വാശിയാ. ഹരിയേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ? മുടക്കാം. നമ്മൾ നേരത്തെ നിശ്ചയിച്ച മാർഗം തന്നെ പ്രയോഗിക്കാം. എന്തു മാർഗം? സിദ്ധുവിനെ മയക്കിക്കിടത്തി കല്യാണം മുടക്കുന്ന പ്ലാൻ. അത് നമുക്ക് നടപ്പിലാക്കാം. ചേച്ചി അകത്തേക്കുന്നു. എന്തായി കാര്യങ്ങള്? എല്ലാവരും ഭംഗിയായി നടക്കുന്നുണ്ടല്ലേ? അല്ല, കല്യാണ തലേന്നായിട്ട് പരിപാടിയൊന്നുമില്ലേ? ഇല്ലളിയാ. അതെന്തു പറ്റി? നീ അതൊക്കെ നിർത്തിയോ? ഞാനതൊക്കെ നിർത്തി. എന്റെ ലൈഫിൽ ഇനി കള്ളുകൂടിയില്ല, ചീട്ടുകളിയില്ല, ഒന്നുമില്ല. ഞാൻ ജീവിതത്തെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയടാ. ചേടാ, ഇത് വലിയ അതിശയായിരിക്കുന്നല്ലോ. ഞാൻ പറഞ്ഞത് സത്യമളിയാ. അനീഷിപ്പോ പുതിയ അനീഷ. അതെന്തായാലും നന്നായി. കൺഗ്രാചുലേഷൻസ് അളിയ. താങ്ക്സ് അളിയ. കേറുവാ അളിയ, നീ ഇരിക്കേ, ഞാൻ ഇപ്പോ. ഓ ശരി. ഏട്ടാ, എന്തു പറ്റി ഏട്ടാ? എന്താ ഇവിടെ ഒന്ന് മാറി നിൽക്കുന്നേ? നാളെ മുതല് ഈ വീട്ടിലൊരാളെനക്ക് ഉണ്ടാവില്ലല്ലോ. ഞാനത് ഓർക്കുകയായിരുന്നു. ആദ്യം ഗോപിക പോയി, ഇപ്പോ ദേവികയും അഞ്ജിതയും ഒരുമിച്ച് ഇവിടുന്ന് പോവും. പിന്നെ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉണ്ടാവൂ. ഞാനൊരു നല്ല ആങ്ങളയല്ല, ഒരിക്കലുമല്ല. അനീഷേട്ട എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ മഞ്ജു? അനിയത്തിമാർക്ക് വേണ്ടി ഞാൻ ഇതുവരെ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. എനിക്കിതുവരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ഈ വീടിന് വേണ്ടി ചെയ്തത് ദേവികയാ. എനിക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ പോയല്ലോ. എന്തൊരു ജന്മം എന്റേത്. അനീഷേട്ടാ, വിഷമിക്കാതിരിക്കെ. ഏതായാലും കാര്യങ്ങളൊക്കെ ഒരു കുറവും ഇല്ലാതെ ഭംഗിയായി നടക്കുന്നില്ലേ? ആരും അനീഷേട്ടനെ കുറ്റം പറഞ്ഞിട്ടുമില്ല. പിന്നെന്താ അനീഷേട്ടാ? അനീഷേട്ട സമാധാനിക്ക്. ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്.
ഞാൻ നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അനീഷേട്ടാ അതൊന്നും സാരമില്ല. ഇനി ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവില്ല. അനീഷേട്ടാ, മഞ്ജു, ഇന്നുവരെ ഞാൻ നിന്നെ പ്രയാസപ്പെടുത്തിയതിനെല്ലാം ഇപ്പൊ ഞാൻ മാപ്പ് ചോദിക്കുക. മാപ്പ്. അനീഷേട്ട എന്നോട് മാപ്പ് ചോദിക്കോ? വേണ്ട, അതൊന്നും വേണ്ട. അനീഷേട്ടന്റെ ചീത്ത സ്വഭാവമൊക്കെ മാറ്റി അനീഷേട്ട നന്നായല്ലോ. എനിക്കത് മാത്രം മതി. മഞ്ജു, നീ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇവിടെ വന്ന് നിൽക്കാണോ? ദേ അങ്ങോട്ട്. അഞ്ജു, അഞ്ജു, എന്താ മേ? ഇങ്ങ് വാ മോളെ. നാളെ മുതലേ നിന്റെ സമയം മാറാൻ പോവാ. നിന്റെ തല വരെ തെളിയാൻ പോവാ. നാളെ മുതൽ നീ ആരാ? പൊന്നാരൻ തോട്ടത്തെ രാജകുമാരിയോ? കേട്ടോ മഞ്ജു, പൊന്നാരൻ തോട്ടത്തെ ബിസിനസ് ഒക്കെ ഭാവിയിൽ ഇവളല്ലേ കൈകാര്യം ചെയ്യാൻ പോകുന്നേ. അഞ്ജിതനോടത്തെ ബിസിനസ് കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് പൊന്നാരൻ തോട്ടത്തിന് ആരാ അമ്മയോട് പറഞ്ഞേ? അത് പിന്നെ ആര് പറയാൻ, നമുക്കൊന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അവിടുത്തെ ആൺമക്കളിൽ ഏറ്റവും മിടുക്കൻ അഭിഷേക. അതുകൊണ്ട് ബിസിനസിന്റെ കാര്യങ്ങൾ മുഴുവൻ അവനെ ഏൽപ്പിച്ചിരിക്കാം. ഋഷിക്ക് റിസോർട്ടിലും മറ്റുവാ താല്പര്യം. പിന്നെ സിദ്ധുവിന് അത്രയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവനെ ഒന്നും ഏൽപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് സ്വാഭാവികമായും അഭിഷേക് നോക്കുന്ന ബിസിനസിന്റെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും അഞ്ജിത ഏറ്റെടുക്കേണ്ടി വരും. അല്ലടി മോളെ? അതെ അതെ, അതമ്മ പറഞ്ഞത് ശരിയാ. ആ, ഇനി അവിടുത്തെ ബിസിനസ്സുകള് അഭേട്ടനോടൊപ്പം ഞാൻ തന്നെയാ നോക്കി നടത്തേണ്ടത്. അതൊരു നല്ല ഭാര്യ എന്ന നിലയില് എന്റെ കടമയാണല്ലോ. അല്ല പിന്നെ മിടുക്കി. അമ്മേ, മഹാമായേ, നാളെ എന്റെ മോളുടെ വിവാഹമാണ്. അവൾക്ക് നല്ലൊരു വരനെ നൽകാൻ ഞാൻ എത്ര പ്രാർത്ഥിച്ചതാണ്. എന്നിട്ട് നീ എന്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ. കേട്ടല്ലോ, എന്റെ പ്രാർത്ഥന മുഴുവൻ ഭഗവാൻ കേട്ടല്ലോ. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ ഏറ്റവും നല്ലൊരു പെൺകുട്ടി തന്നെയാ എന്റെ മകന്റെ വധുവായിട്ട് വരുന്നത്. നാളെ അവന്റെ വിവാഹം. ഭഗവാന്റെ അനുഗ്രഹം എന്നും എപ്പോഴും അവനോടൊപ്പം ഉണ്ടാവണം. അവന്റെ വിവാഹം മംഗളമായിട്ട് അവിടുന്ന് നടത്തിത്തരണം. ആ വിവാഹം എത്ര മംഗളകരമായി അവിടുന്ന് നടത്തിയാലും എന്റെ മനസ്സിന്റെ വിഷമം ഒരിക്കലും മാറില്ല. എന്റെ മനസ്സിന്റെ വിഷമം മാറി സിദ്ധുവിന്റെ വിവാഹം നടക്കുമെന്നുള്ള വിഷമത്തിലായിരുന്നു ഞാൻ. അതിപ്പോ പൂർണ്ണമായിട്ടും മാറി. എനിക്കിപ്പോ വളരെ വളരെ സന്തോഷമുണ്ട്. സന്തോഷിക്കാൻ പറ്റില്ല, ഈ വിവാഹത്തില് എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല. എന്റെ മകളുടെ ജീവിതം ഇനി എന്താവും ഓർത്തിട്ട്
സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലല്ലോ അമ്മ. ഭഗവാനെ, അങ്ങയുടെ ഈ കരുണയ്ക്ക്, അനുഗ്രഹത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദി, നന്ദി. മലകടമല്ലേ? ഇത് വീണ് കണ്ടപ്പോഴേ ഞാൻ പേടിച്ചു, അതുകൊണ്ട് പിടിച്ചാട്ടോ. കുഴപ്പമൊന്നുമില്ലേ? മഹേട്ട, സിദ്ധു രാത്രിയിലെ മരുന്ന് കഴിച്ചായിരുന്നോ? മായ അത് കൃത്യമായിട്ട് എടുത്തു കൊടുക്കുന്നത് ഞാൻ കണ്ടതാ. ആ, നാളെ ഇവന്റെ കല്യാണമാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. അതാലോചിക്കുമ്പോ ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ വേദനയും എന്റെ മനസ്സിലുണ്ട്. സിദ്ധുവിന്റെ കാര്യത്തിൽ ഇനി എന്നാ എനിക്ക് പൂർണ്ണമായിട്ട് സന്തോഷിക്കാനാവുക? ഇവൻ എന്റെ വയറ്റിലുണ്ടെന്ന് ഞാൻ ആദ്യം അറിഞ്ഞ നിമിഷം എനിക്ക് സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്നറിയാത്ത അവസ്ഥയായിരുന്നു. അന്ന് മഹിയേട്ടൻ എന്റെ രക്ഷയ്ക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്റെ അവസ്ഥ? എനിക്കന്ന് മഹിയേട്ടനെ ലഭിച്ചതുപോലെ ഒരു ഭാഗ്യ സിദ്ധുവിന് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ദേവിക എന്ന ഭാഗ്യം. അന്ന് അയാൾ ചതിച്ചപ്പോ എന്റെ ജീവിതം അവസാനിച്ചു എന്നാ ഞാൻ കരുതി. പക്ഷേ അങ്ങനെ കരുതിയ എനിക്കും എന്റെ സിദ്ധുവിനും മഹിയേട്ടൻ നൽകിയത് ഒരു പുതിയ ജീവിതമായിരുന്നു. ജാനകി, എന്താ ഇത്? കരയാതെ. എന്തിനാ കരയുന്നത്? ജാനകി
കരയല്ലേ? ജാനകി, എന്താ? എന്തു പറ്റി? ജാനകി എന്തിനാ കരയുന്നേ? എന്താ മഹാദേവ, എന്തിനാ ജാനകി കരയുന്നത്? അതമ്മ ഒന്നുമില്ലമ്മ. നാളെ സിദ്ധുവിന്റെ കല്യാണം നടക്കുകയല്ലേ. നമ്മൾ ഒരുപാട് വിഷമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒടുവിൽ അവന്റെ കല്യാണം നടക്കുമെന്ന് ഓർത്തപ്പോ ജാനകിക്ക് അറിയാതെ കണ്ണു നിറഞ്ഞു പോയതാ. ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണീരാമ്മേ. അതായിരുന്നോ? ശരി ശരി, എന്തായാലും രണ്ടാളും ഉറക്കം കളയണ്ട. നാളെ ഒരുപാട് കാര്യങ്ങളുള്ളതല്ലേ. പോയി കിടന്നുറങ്ങാൻ നോക്ക്. ചെല്ലേ. വാ. ആ മുത്തശ്ശി, സിദ്ധു റെഡിയായോ? ശരിയെന്നാ. ശരി. ചേട്ടൻ ഞാൻ റൂമിൽ നോക്കി അവിടെ കണ്ടില്ല. ഇതിപ്പോ നല്ല കഥ. മുഹൂർത്ത സമയം ആയല്ലോ. നീ പെട്ടെന്ന് ചെന്ന് അവനെ ഒരുക്കിക്കൊണ്ടുവാ. ആ ശരി മുത്തശ്ശി.
എന്താ മോളെ, എന്താ കാര്യം? അച്ഛൻ, ഞാൻ അയാളെ കണ്ടു. ആരെ കണ്ടെന്ന്? അയാള് എന്റെ ഭർത്താവിനെ കൊന്ന ആള്, അച്ഛന്റെ മോനെ കൊന്ന ആള്. അയാൾ കണ്ടോ? എവിടെ? ദേ, അവിടെ ആ സ്ക്രീനില്.